തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പേ കേരളത്തിൽ സജീവമായി കഴിഞ്ഞു മുന്നണികൾ. ഭൂരിഭാഗം സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു പാർട്ടികൾ. ശശി തരൂരും സുരേഷ് ഗോപിയും ടി.എൻ. പ്രതാപനും വി.എസ്. സുനിൽകുമാറുമെല്ലാം തെരുവോരങ്ങളിലെ ചുവരുകളിൽ പോലും ഇടം പിടിച്ചു കഴിഞ്ഞു. സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളിലൂന്നി LDF പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തിരികൊളുത്തുമ്പോൾ മുഖ്യപ്രതിപക്ഷമായ UDF സർക്കാരിനെതിരായ ആരോപണങ്ങൾ കടുപ്പിക്കുകയാണ്. BJP നേതൃത്വം നൽകുന്ന NDA മുന്നണിയാകട്ടെ അക്കൗണ്ട് തുറക്കാനുള്ള ഭഗീരഥ പ്രയത്നത്തിലുമാണ്. പ്രചരണത്തിന് കൊഴുപ്പേകാനും നയങ്ങൾ വിശദീകരിക്കാനും സംഘടനാ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും മൂന്നാമത്തെ കേരള യാത്രയ്ക്ക് ഇന്ന് കാസർകോട്ട് തുടക്കമായി. കെ സുധാകരനും വി ഡി സതീശനും നയിക്കുന്ന സമരാഗ്നി ഒരേ സമയം സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്കെതിരാണ്. ഹേമന്ത് സോറൻ ജയിലിലാണ്. അരവിന്ദ് കേജ്രിവാളിനെ എന്ത് വേണമെങ്കിലും അറസ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. നമ്മുടെ മുഖ്യമന്ത്രിമാർക്കെതിരായിരിക്കും എല്ലാവർക്കും അന്വേഷണമാണ്. എന്നാൽ സുഖമായി കടന്നുറങ്ങുന്ന, കേന്ദ്രത്തിലെ പേടിക്കാതെ സുഖമായി കടന്നുറങ്ങുന്ന ഏക NDA എതിരെ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ സാക്ഷാൽ പിണറായി വിജയനാണ് എന്നുള്ള കാര്യം ആർക്കാണ് അറിയാത്തത്? അദ്ദേഹത്തിനൊരു കുഴപ്പമില്ല, അദ്ദേഹത്തിനൊരു പ്രശ്നം ഉണ്ടാകാൻ പോണില്ല. അത് എന്തുകൊണ്ടാണ്? വലിയ പ്രചരണം നടത്തും, അറസ്റ്റ് ചെയ്യാൻ പോകുന്നു, ഭീഷണിപ്പെടുത്താൻ പോകുന്നു, പിടിക്കാൻ പോകുന്നു, വലിക്കാൻ പോകുന്നു. പക്ഷെ ഒന്നും സംഭവിക്കാൻ പോണില്ല. ഇത് കേന്ദ്രത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെയും ഒത്തുകളി മാത്രമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിണറായി വിജയൻ പ്രതിയായ എത്ര കേസുകൾ, ആകേണ്ടുന്ന എത്ര കേസുകൾ, പക്ഷേ പ്രതിയായില്ല. എന്തുകൊണ്ടെന്നറിയാമോ? BJPയും പിണറായി വിജയനും ഉണ്ടാക്കിയ അന്തർധാരയുടെ അടിസ്ഥാനത്തിൽ പിണറായി വിജയന്റെ സർക്കാർ BJPയെ സഹായിക്കുന്നു, BJP പിണറായി വിജയനെ സഹായിക്കുന്നു. SNC ലാവലിൻ കേസ് വർഷം എത്രയായി? 38 തവണ മാറ്റിവെച്ച് BJPക്കാരന്റെ ഔദാര്യം കൊണ്ട് ആ കേസിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പിണറായി വിജയൻ. സമരാഗ്നി വേദിയിൽ അർജുൻ കല്യാട് തുടരുകയാണ്. അതെ, അഗ്നി കാസർഗോഡ് ജ്വലിച്ചോ എന്ന് നമുക്ക് നോക്കാം. അർജുൻ, എങ്ങനെ ഒരുപക്ഷെ ആയിരങ്ങൾ സ്വാഭാവികമായും KPCC നയിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രചരണ ജാഥയുടെ ഉദ്ഘാടനത്തിന് ആയിരങ്ങൾ തടിച്ചുകൂടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എത്ര കണ്ട് ആവേശകരമായിരുന്നു സമരാഗ്നിയുടെ തുടക്കം? നികേഷ് കുമാർ, വെരി ഗുഡ് ഈവനിങ്. എന്തായാലും സമരാഗ്നി കാസർഗോഡ് നിന്നും ജ്വലിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആവേശകരമായിട്ടുള്ള ഒരു സമരാഗ്നി തന്നെയാണ് കാസർഗോഡ് നിന്നും ജ്വലിച്ചു തുടങ്ങിയത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത കുറവുമില്ല. കാരണം ആയിരക്കണക്കിനായിട്ടുള്ള സമീപകാലങ്ങളിലെ കോൺഗ്രസിൻ്റെ ഒരു സമര പരിപാടി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ജനകീയ മുന്നേറ്റം ആയിക്കോട്ടെ, അതിലെല്ലാം ഇല്ലാത്ത വിധത്തിലുള്ള ഒരു ജനപങ്കാളിത്തം കാസർഗോഡ് നിന്നും തുടങ്ങിയിട്ടുള്ള ഈ സമരാഗ്നിയിൽ കാണാൻ വേണ്ടി കഴിയുമായിരുന്നു. ഏകദേശം 10,000-കണക്കിന് ജനങ്ങൾ തന്നെ ഈ പരിപാടിക്ക് വേണ്ടി കാസർഗോഡ് മണ്ഡലത്തിലേക്ക് എത്തുകയും ചെയ്തു, കാസർഗോഡ് ഈ പരിപാടിയിലേക്ക് എത്തുകയും ചെയ്തു. കൃത്യമായ രീതിയിൽ രാഷ്ട്രീയപരമായിട്ടുള്ള കൃത്യമായ എണ്ണിയുള്ള മറുപടികളും അത്തരത്തിലുള്ള വിമർശനങ്ങളും തന്നെയായിരുന്നു സംസാരിച്ചിട്ടുള്ള എല്ലാ നേതാക്കളും ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഒരേ സമയം കേന്ദ്രത്തെ വിമർശിക്കുകയും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള അതിശക്തമായിട്ടുള്ള വിമർശനവും ഈ സമരത്തിൻ്റെ ഭാഗമായി സംസാരിച്ചിട്ടുള്ള KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ദീപാദാസ് മുൻഷിയും തുടങ്ങിയിട്ടുള്ള സമരത്തിൻ്റെ നായകന്മാരായിട്ടുള്ള VD സതീശനും കെ സുധാകരനും തുടങ്ങി എല്ലാ നേതാക്കളും അത്തരത്തിലുള്ള വിമർശനമാണ് നടത്തിയത്. BJP CPM ഒത്തുകളി എന്നുള്ള ആരോപണമാണ് അല്ലേ ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത്. കാരണം കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാരിന് പ്രത്യുപകാരമെന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് പിണറായി വിജയൻ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തിരിച്ചും അതേ രീതിയിലുള്ള സമീപനമാണ് പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് എന്ന രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വിമർശനമാണ് പ്രധാനമായും ഈ സമരാഗ്നിയുടെ സമരവേദിയിൽ രാഷ്ട്രീയപരമായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ ഉന്നയിച്ചിട്ടുള്ളത്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കേളികൊട്ട് ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ തുടക്കം കാസർഗോഡ് നിന്ന് കുറിച്ചിരിക്കുന്നു. വേദിയിൽ അധ്യക്ഷ സ്ഥാനം വഹിച്ച് സംസാരിച്ചിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ കൃത്യമായ രീതിയിൽ അടുത്ത സ്ഥാനാർത്ഥി താനായിരിക്കുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ഈ വേദിയിലെ പ്രസംഗത്തിൽ നിന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. തൻ്റെ വോട്ട് മാത്രമാണ് കഴിഞ്ഞ തവണ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലേക്ക് ചേർത്തതെങ്കിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതിന് മുൻപ് തന്നെ തൻ്റെ ഭാര്യയുടെയും കുടുംബത്തിൻ്റെയും വോട്ട് പോലും കാസർഗോഡേക്ക് മാറ്റിച്ചേർത്തിട്ടുണ്ട്. അതായത് കാസർഗോഡിലേക്ക് രാജ്മോഹൻ ഉണ്ണിത്താൻ കുടുംബമായി തന്നെ എത്തുന്നു. താൻ ഈ മണ്ഡലത്തിൽ ലയിച്ചു ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് ജ്വലിച്ചു തുടങ്ങിയിരിക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടികൾ തുറന്നു കാട്ടുകയാണ് സമരാഗ്നിയുടെ ലക്ഷ്യമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ച നേതാക്കൾ എല്ലാവരും കാസർഗോട്ടേക്ക് എത്തുന്നു.
തുടക്കം ഉജ്ജ്വലമാണ്. ഇനി അങ്ങോട്ട് ഇതേ ഗാംഭീര്യത്തോടെ മുന്നേറാൻ 20 മണ്ഡലങ്ങളിലൂടെയും കടന്നു പോകാൻ സമരാഗ്നിക്ക് കഴിയുമോ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നമ്മൾ